ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ജനറൽ എക്കണോമിക്സിലെ ചാപ്റ്റർ ഫോർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിന്ന് നോക്കാം. ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ, വെരി വെരി സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് എടുത്തിടാം. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലെ? അല്ല, അതിന് മുമ്പ് നമ്മൾ കോഴ്സിന്റെ കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും അറിഞ്ഞോ? നമ്മളെ കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കോഴ്സ് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ചെറിയൊരു സ്പാനർ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ഫീസ് നമ്മളതിന് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനല്ല, എന്നാലേ നമുക്കൊരു എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഞാൻ എന്റെ ഒരു പോളിസിയാണ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു പൈസ അതിൽ മുടങ്ങണം, എന്നാലേ നമുക്കൊരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവൂടാ. അതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഫ്രീ കിട്ടിയാലേ നമുക്കൊരു ആത്മാർത്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. യൂട്യൂബിൽ 5 മിനിറ്റ് ഒക്കെ ഫ്രീ ഉണ്ടാവും, ബാക്കിയുള്ളത് ആൺകുട്ടികൾക്കുള്ളതാണ്. അപ്പൊ ഓരെന്ത് ചെയ്യും, അത് വാങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യും. അപ്പം പിന്നെ ഒരു ആത്മാർത്ഥതയും കാര്യമൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാം, കോഴ്സ് വാങ്ങാം, എന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, തലേന്നാണെന്നുണ്ടെങ്കിലും എക്സാമിന്റെ തലേ ദിവസമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മളെ ക്ലാസിന്റെ അറേഞ്ച്മെന്റ്. ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പാകത്തിലുള്ള രൂപത്തിലുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനാണ് നമ്മൾ കോഴ്സ് ഓരോ സബ്ജക്ട് വൈസ് ആണ് കോഴ്സ് ചെയ്യുന്നത്. നമ്മൾ എന്നൊരു പിന്നെ ക്ലാസ്സുകൾ എന്നും അപ്ലോഡ് ചെയ്യും. ഓക്കെ, ശരി. ഇപ്പൊ തുടങ്ങിയിട്ടായതുകൊണ്ട് ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങളെ ഒപ്പം പഠിക്കുന്നവരോ നിങ്ങളെ ഫ്രണ്ട്സോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുള്ള ഒരൊറ്റ കുട്ടി പോലും ഇനി പാസ്സാവാതെ നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഇതിലാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ബ്ലോക്ക് 1 ചാപ്റ്റർ 4 ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒക്കെ സിമ്പിൾ ആണ് മക്കളെ, വെരി വെരി സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമിൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മളോട് ആദ്യം തന്നെ എക്സാം ആണോ പറഞ്ഞത്? എക്സാമിൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്ന് വിലയിരുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? വാട്ട് ഈസ് പ്രൊഡക്ഷൻ അറിയോ? അപ്പൊ ഉൽപാദനം, അതായത് പ്രൊഡക്ഷൻ, ഈ ഉൽപാദനം അവിടെ പിന്നെ ഉൽപാദനം എന്താണ് എന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വസ്തുക്കളും സേവനങ്ങളും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. അപ്പൊ ഉൽപാദനം എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി, അപ്പൊ നമ്മൾ ഒരു കാര്യം, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വസ്തുക്കളും സേവനങ്ങളും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വസ്തുക്കളും സേവനങ്ങളും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം. ഓക്കെ, വൈ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണത്? എന്തിനാണ് പ്രൊഡക്ഷൻ? വൈ? പ്രൊഡക്ഷൻ ഒന്നും വേണ്ട, വെച്ചൂടെ? നമ്മൾ ഈ വേണോ? പ്രൊഡക്ഷന്റെ ആവശ്യമില്ലേ? അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് വൈ പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആകുന്നത്? ഒന്നാമത്തത് ക്രിയേഷൻ ഓഫ് വാല്യൂസ്. ഉൽപാദനം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൂല്യം കൂട്ടും. അപ്പൊ എന്താ വെച്ചാൽ ക്രിയേഷൻ ഓഫ് വാല്യൂ, അതിനൊരു വാല്യൂ കൂട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മളെ പഴത്തിൽ നിന്ന് വാഴപ്പല്ലേ, അതിന് ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ വില കൂടൂലേ? വില കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം കൂടുകയെന്നല്ലേ മക്കളെ? അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ക്രിയേഷൻ ഓഫ് വാല്യൂ, അതിന്റെ മൂല്യം കൂട്ടുന്നുണ്ട് പ്രൊഡക്ഷൻ. എന്ത് സാധനത്തിന്റെ മൂല്യം കൂട്ടുന്നുണ്ട് അല്ലേ? അപ്പം ഒന്നാമത്തത് ക്രിയേഷൻ ഓഫ് വാല്യൂ, ഒന്നാമത്തത് മറക്കാൻ പാടില്ല, ക്രിയേഷൻ ഓഫ് വാല്യൂസ്. രണ്ടാമത്തത് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത്? സമ്പത്ത് എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും അല്ലെ? എക്കണോമിക് എന്ത് ചെയ്യും? സാമ്പത്തികമായിട്ട് വർദ്ധിപ്പിക്കും, സമ്പത്ത് വർദ്ധിപ്പിക്കും. കൂടുതൽ ഉൽപാദനം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും തൊഴിൽ അവസരങ്ങൾ നൽകുകയും ചെയ്യും. ഒരു സമ്പത്ത് വർദ്ധിച്ചാൽ എന്തുണ്ടാവും? തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അപ്പം തൊഴിൽ നൽകപ്പെടുകയും ചെയ്യും. ഉദാഹരണം ഇതിലുണ്ട്. ഫാക്ടറികൾ കൂടുതൽ ഉൽപാദനങ്ങൾ നിർമ്മിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ജോലിയും ലഭിക്കും, രാജ്യത്തിന്റെ സമ്പത്തും വർദ്ധിക്കും അല്ലെ? എല്ലാവർക്കും തൊഴിലുണ്ടായാലാണ് നമ്മുടെ രാജ്യം വികസിക്കുക. രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തൊഴിൽ. കുറെ ആൾക്കാർ ഇങ്ങനെ തൊഴിലില്ലാതെ ഇങ്ങനെ നടന്നിട്ട് കുറെ ആൾക്കാർ മുതലാളിമാരായാലൊന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർദ്ധിക്കൂല. അപ്പോ പിന്നെ എന്താണ്? ഫാക്ടറികൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ജോലി ലഭിക്കും, രാജ്യത്തിന്റെ സമ്പത്തും വർദ്ധിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ഇന്നവേഷൻ എന്താ നോക്കാം. ഉൽപാദനം പുതിയ ആശയങ്ങൾ, ഇന്നവേഷൻ എന്താ? കണ്ടുപിടുത്തങ്ങൾ കേട്ടോ. ഉൽപാദനം പുതിയ ആശയങ്ങൾ, സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ സഹായിക്കുന്നു. എന്ത് കണ്ടെത്താൻ? സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? എന്തുണ്ടാവും? അത് ഒരുപാട് ഹെൽപ്ഫുൾ അല്ലേ? ഓക്കെ, അപ്പൊ അതങ്ങനെ അത് കണ്ടെത്താൻ സഹായിക്കുന്നു. മത്സരക്ഷമത, കോമ്പറ്റീറ്റീവ്നെസ് എന്താ? ഉൽപാദനം കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിപണിയിൽ മത്സരക്ഷമമാക്കും.
അപ്പൊ എന്താ വെച്ചാൽ അന്താരാഷ്ട്ര വിപണി മത്സരം ഉണ്ടാവും. അന്താരാഷ്ട്ര വിപണിയിൽ മത്സരം ഉണ്ടാവും. ഉൽപാദനം കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. അതുകൊണ്ടൊക്കെയാണ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആയത്. ഓക്കെ, വൈ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആണ്ട് മാർക്കും. പിന്നെ ഇയാൾ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസറുകളാണ് ഇതൊക്കെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ വേണ്ടത് നമ്മളോട് ആദ്യം നിങ്ങൾ പിന്നെ പ്രൊഡക്ഷൻ എന്താന്ന് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്തുകൊണ്ട് വേണം പ്രൊഡക്ഷൻ, അല്ലെ? അപ്പോൾ അതും എഴുതുക. ഓക്കെ, അഞ്ചാമത്തെ ജീവിത നിലവാരം ഉയർത്തും കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഉൽപാദനം കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കും. ഇത് മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തും. കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കിയ എന്ത് ചെയ്യും, ജീവിത നിലവാരം ഉയരൂലേ? നമ്മൾ കുറെ കാലം മുന്നേ നമ്മളൊരു 80s കാലഘട്ടത്തിലുള്ള പോലെയാണോ ഇപ്പം? അല്ലല്ലോ. ഇപ്പൊ കുറെ മാറിയിട്ടില്ലേ? ഒരുപാട് നമ്മുടെ ജീവിത നിലവാരം കുറെ മാറിയിട്ടില്ലേ? കുറച്ച് മുമ്പ് എന്തായിരുന്നു? മൊബൈൽ ഫോൺ. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാലഘട്ടം, മൊബൈൽ ഫോണൊക്കെ വരുന്ന ഒരു കാലഘട്ടം. ഞാനും കുറെ മുമ്പൊന്നല്ല കേട്ടോ, കുറച്ച് വല്ലാതെ പഴക്കൊന്നുമില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ മൊബൈൽ ഫോണൊക്കെ വന്നിരുന്ന കാലഘട്ടത്തില് പിന്നെന്താ ഇത്രത്തോളം ഇന്ന് കാണുന്ന ഡെവലപ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പം ജസ്റ്റ് മനസ്സിലാക്കാം. ആറാമത്തത് പരിസ്ഥിതി നിലനിൽപ്പ്, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് പുനർജന്മ ഊർജവുമായി ബന്ധപ്പെട്ടുള്ള ഉൽപാദനം, സോളാർ പാനലുകൾ, ഉൽപാദന രീതികൾ പരിസ്ഥിതിയെ സംരക്ഷിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഉൽപാദന രീതികൾ അല്ലെ, നമ്മളെ സോളാർ പാനൽസ് ഒക്കെ വന്നു വരുന്നത് എന്താ വെച്ചാൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്, അതെന്ത് ചെയ്യും, പരിസ്ഥിതിയും എന്ത് ചെയ്യും, സംരക്ഷിക്കും എന്നുള്ളതാണ്. ഓക്കെ.